ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയില്ലേ, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചും കൊണ്ടുള്ള കമൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുകയാണ്, ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിശ്വസിച്ച് ഞാൻ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ശക്തി ഉണ്ടല്ലോ, അതിപ്പോൾ ഞാൻ വന്ന് നിങ്ങളടുത്ത് പറയണം ഞാൻ ഇന്ന ശക്തിനെയാണ് അല്ലെങ്കിൽ ഇന്ന ആ ഒരു ദൈവത്തിനെയാണ് അല്ലെങ്കിൽ ഇന്ന രീതിയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞും കൊണ്ട് ഞാൻ അതിനായിട്ട് ഇനി ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെ കമൻറ്റുകളാണ് ഇടുന്നത്. എനിക്ക് വന്നിട്ടുള്ള കമൻറ്റുകൾ മൊത്തവും ഞാൻ കണ്ട് നല്ല നല്ല ഒരുപാട് കമൻറ്റുകൾ ഒത്തിരിയും പേര് തോന്നിച്ച് എഴുതി അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ എത്ര സമയം എടുത്തിട്ടായിരിക്കും എനിക്ക് ആ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ് അവരൊക്കെ ആ ഒരു കമൻറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ കമൻറ്റിനുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതൊരു ഹാർട്ടായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വാക്കിലൊക്കെ ആയിരിക്കും ഞാൻ ഒതുക്കിയിട്ടുള്ളെങ്കിൽ, പക്ഷേ അങ്ങനെ അല്ല കേട്ടോ. എനിക്ക് അതിലൂടെ എനിക്ക് എഴുതി തീർക്കാൻ എനിക്ക് വാക്കുകളില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ള നിങ്ങളെല്ലാവരുടെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. ഒരിക്കലും വന്ന വഴിയോ അതുപോലെ തന്നെ ഞാൻ ജീവിച്ച് വന്ന സാഹചര്യങ്ങളോ ഞാൻ എങ്ങനെ ഇവിടം വരെ എത്തി ഒന്നും ഞാൻ മറന്നിട്ടില്ല. മറന്നല്ല ഞാൻ ജീവിക്കുന്നത്. ഇവിടം വരെ ഞാൻ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ശക്തി ഉണ്ട്, ഞാനൊരു ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിപ്പോൾ എനിക്കൊരു വീഡിയോ ഇട്ട് പിന്നെ വിളക്ക് കത്തിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ എനിക്കറിയില്ല എൻ്റേതായിട്ടുള്ള എനിക്കറിയില്ല കേട്ടോ, എനിക്കത് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് ആ ഒരു കമൻറ്റ് ഇട്ടവർക്കേ അറിയത്തുള്ളൂ. ചിലപ്പോൾ അവർ കമൻറ്റ് ഇട്ട ആ വ്യക്തി ചിലപ്പോൾ ഇനി അവർക്ക് ചാനലുണ്ടോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇനി അവരിനി എങ്ങനെയാണ് അല്ലെന്നുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് അവർ 10 പേരെ അയൽപക്കത്ത് എല്ലാവരെയും കൂടെ വിളിച്ച് നിർത്തിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് നിർത്തിയിട്ടാണോ അവർ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അവരുടെ പ്രാർത്ഥന എങ്ങനെയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മറുപടി കൊടുത്തത് ആ ഒരു വ്യക്തിക്കാണ്. പേര് ഞാൻ പറയുന്നില്ല, എന്തായാലും ഞാൻ ആ ഒരു മെസ്സേജ് ഇവിടെ എന്തായാലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു വിശ്വാസം ദൈവത്തിൽ എനിക്ക് ഉണ്ട്. കാരണം ഞാൻ ഒരു വിശ്വാസം കാണുന്നത് വെച്ചാൽ എൻ്റെ മനസ്സിൽ എനിക്ക് ആ ഒരു ഇതുണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ എന്തോന്ന് പറയാനായിട്ട് എങ്ങനെ എനിക്കിതിന് മറുപടി കൊടുക്കണമെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ നേരത്തെയൊക്കെ ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ താമസിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മാതാവുണ്ട്, മാതാവിന് ഇപ്പോൾ ഞാൻ മെഴുകുതിരി കത്തിക്കാറുണ്ട്. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയും. എൻ്റെ വീഡിയോ കാണുന്നത് ഒരു ജാതിക്കാരോ അങ്ങനെ ഒന്നുമല്ല, ഇവിടെ ജാതി മതം ഒന്നുമില്ല. കുറേ ജാതി ചോദിച്ച് വന്നിട്ടുള്ളവരുണ്ട് കേട്ടോ. ജാതി മതം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊരു മനുഷ്യന്മാരാണ്. ഇപ്പോഴും നേരം വിളിക്കാത്ത കുറേ ആൾക്കാരുണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ളത് ഇവിടെ ജാതി മതം ഒന്നുമില്ല. ഒരു ഹോസ്പിറ്റലിൽ പോയാലോ അല്ലെങ്കിൽ റോഡിലൊന്ന് വീണ് കിടന്നാലോ അല്ലെങ്കിൽ എനിക്കറിയില്ല കേട്ടോ, എന്താണെന്ന് വെച്ചാൽ പല പല രീതിയിലും ഇപ്പോൾ ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ ഒരു എന്തെന്ന് പറയാനായിട്ട് ഈ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ വരുന്ന ഈ രക്ഷപ്പെടുത്താനും ഒക്കെ പോകുന്നുണ്ട്. അതൊക്കെ ജാതി മതം നോക്കിയിട്ടാണ് ആ രക്ഷപ്പെടുത്താനും എല്ലാത്തിനൊക്കെ പോകുന്നത്. ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം എൻ്റെ അങ്ങേ മാസം എപ്പോഴാണ് കണ്ടിട്ട് ഞാൻ ഇതുപോലെ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് പിന്നെ തിരുവനന്തപുരത്തുള്ള ഒരു ജോലിയുള്ള ഒരു ഉദ്യോഗസ്ഥനും പിന്നെ അവരുടെ വൈഫും മോളും കൂടെയൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 2-3 തവണയായിട്ട് ഞാൻ ചെക്കപ്പിന് പോകുമ്പോഴത്തേക്ക് അവരെന്നെ കാണാറുണ്ട് കേട്ടോ. ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. അങ്ങനെ വന്ന് അടുത്തിരിക്കുകയും എൻ്റെ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് കേട്ടോ. ഒറ്റയ്ക്കാണല്ലോ ഇവിടെ നിന്നുള്ള പോക്കും വരവും കാര്യങ്ങളൊക്കെ. അങ്ങനെ അവിടെ ഇരുന്നപ്പോഴത്തേക്കാണ് ഇവർ അടുത്ത് വന്നിരുന്ന് മോളെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നടുവിൻ്റെ പ്രശ്നമായിരുന്നു. എൻ്റെ അടുത്ത് വന്നിരുന്ന് കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഡോക്ടറെ കാണാനായിട്ട് കുറച്ചും കൂടെ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ക്യാൻറ്റീനിൽ അവിടെ കൊണ്ടുവരും, നമ്മൾ അടുത്ത് തന്നെ കൊണ്ടുവരും കേട്ടോ. ചായയും അതുപോലെ തന്നെ എന്തെങ്കിലും ഐറ്റങ്ങളൊക്കെ കൊണ്ടുവരും കേട്ടോ, സ്നാക്സ് ഐറ്റങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്കിങ്ങനെ മേടിച്ച് കഴിക്കാനാണ് അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ, എന്നെ കൊണ്ട് പറ്റത്തേ ഇല്ല. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു ബാ നമുക്ക് കഴിക്കണം. ഞാൻ പറഞ്ഞു വേണ്ട, ഒരു വിധത്തിൽ എത്ര പറഞ്ഞിട്ട് അവർ കേൾക്കൂല. അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ അവരെൻ്റെ ജാതി മതം നോക്കിയിട്ടാണ് നമ്മൾ രണ്ടുപേരും അടുത്തടുത്തിരുന്ന് അങ്ങനെ എന്തെങ്കിലും ചായയും അതും ഇതൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഒത്തിരുന്നാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ അത് ജാതി മതം നോക്കിയിട്ടല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നവർ ജാതി മതം നോക്കിയിട്ടല്ല, ജാതി മതം നോക്കിയിട്ട് എന്നെ സ്നേഹിക്കരുത് ദയവ് ചെയ്ത് എനിക്ക് പറയാനായിട്ടുള്ള. കാരണം നിങ്ങൾക്ക് ഞാനിത് പറയുമ്പോൾ എത്രത്തോളം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ജീവിച്ച് വന്ന സാഹചര്യം അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ മുസ്ലിം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നീ എന്നൊക്കെ വിളിക്കുന്ന വാക്കുണ്ടല്ലോ എനിക്ക് അങ്ങനെ, കാരണം ഞാൻ ആരും നീ വിളിച്ച് സംസാരിക്കാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പേര് വിളിക്കുക, ഷംന എന്ന് പേര് വിളിക്കുക. എൻ്റെ പേര് ഷംന എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഷംന എന്ന് കേട്ടോ. എല്ലാവർക്കും ഷംന എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അങ്ങനെ വിളിക്കുക എടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ വിളിച്ചോ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെന്ന് പറയുന്നത് താനെന്നോ അല്ലെങ്കിൽ ഇയാളെന്നോ എന്തെങ്കിലും ഇപ്പോൾ അങ്ങനെ പറയട്ടെ. നിങ്ങൾ ചീത്ത വിളിക്കാതിരുന്നാൽ അത് ദയവ് ചെയ്ത്. അപ്പോൾ ഈ നീ എന്നൊക്കെ വിളിക്കുന്ന വാക്കുകളൊന്നും ഞാനങ്ങനെ ആരുമായിട്ട് അങ്ങനെ യൂസ് ചെയ്യാത്തതിനെ കൊണ്ട് എനിക്കതൊരു എന്തോ പോലെ എനിക്ക് തോന്നും കേട്ടോ. അതിന് നിങ്ങൾക്ക് എങ്ങനെയൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഏതോ ഒരു നാസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടാണ് കേട്ടോ നീ മുസ്ലിമാണോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇതിനൊക്കെ എന്തോന്നാണ് മറുപടി പറയണത്. അപ്പോൾ അങ്ങനെ ചോദിക്കരുതെന്നാണ് നമ്മൾ, അത് എൻ്റെ കൂടെ എന്നല്ല, അത് ആരുടെയും ചെന്നിട്ട് ചോദിക്കരുത്. ആരെടുത്തും ജാതി ചോദിച്ചിട്ട് ചെന്ന് മിണ്ടാനായിട്ട് നിൽക്കല്. കാരണം അപ്പോൾ ആ ജാതി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജാതിയിലുള്ള ഒരാൾ ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങി അവർ മുസ്ലിമാണെന്ന് അറിഞ്ഞാൽ ആ മുസ്ലിങ്ങളാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അങ്ങനെയാണ്. അപ്പം
ഞാനങ്ങനെ ജാതി മതം നോക്കിയിട്ടല്ല ചാനൽ സപ്പോർട്ട് ചെയ്യണം. കാരണം എല്ലാവരുടെ വീഡിയോസും ഞാൻ കാണാറുണ്ട്. അപ്പോൾ സാധാരണക്കാർക്കുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കല്യാണം കഴിഞ്ഞോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കല്യാണം അല്ല കേട്ടോ, മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കല്യാണം നടക്കുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആദ്യം അറിയുന്നത് ഞാനായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ അറിയും. അപ്പോൾ അങ്ങനെ ഒരു കല്യാണം നടക്കുവാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ കൂടെ നിന്നിട്ട് പോയ ഒരു മോളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും നടക്കുവാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ വീഡിയോയിൽ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിനെക്കുറിച്ചുള്ള ചർച്ച നമുക്ക് വേണ്ട. കാരണം അങ്ങനെയുള്ള സംഭവം കാര്യങ്ങളോ ഒന്നുമില്ല. അവൾ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ അമ്മച്ചിയുടെ അടുത്ത് പോയി നിൽക്കണമെന്ന് തോന്നി. ആ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇതിലോട്ട് കൊണ്ടിടുന്നില്ല. അപ്പോൾ അങ്ങനെ അവിടെ പോയി നിൽക്കുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിന്ന ഒരു കൊച്ചാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന ഒരു കൊച്ചിനെ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കല്യാണ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഹിന്ദുവിനാണ് കെട്ടിയിരിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദുവിനാണ് കെട്ടിയിരിക്കണമെന്ന് ചോദിച്ച് അതിനുള്ള ആ ഒരു മറുപടി നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ വന്ന സാഹചര്യം എങ്ങനെയാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന്. പിന്നെ ആരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വാപ്പ ഇല്ലേ കൂടപ്പറപ്പില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആരും ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആരും ഇല്ല കേട്ടോ. ഇപ്പം നിലവിൽ ഞാനും മോനും മാത്രമേ ഉള്ളൂ. പിന്നെ ആരും ഇല്ലെന്ന് ചോദിച്ചാൽ എല്ലാവരും ഉള്ള കുടുംബത്തിലുള്ളത് തന്നെയാണ്. എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കാരും ഇല്ല. അതാണ് സത്യം കേട്ടോ. വാപ്പ ഇല്ലെന്ന് ചോദിച്ച് വാപ്പ ഇവിടെ അല്ല. വാപ്പായും ഉമ്മായും കൂടെ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പണ്ട് നമ്മളെ കൊച്ചു നാൾ മുതൽ നമ്മൾ കണ്ട് വളർന്ന് വന്ന സാഹചര്യം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെയായിരുന്നു. പിന്നെ വാപ്പയുടെ കാര്യം നോക്കിപ്പോയി വേറെ കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് അവർ മലപ്പുറത്തെങ്ങാണ്ടാണ് കേട്ടോ. മലപ്പുറത്താണ്. എവിടെ താമസിക്കുന്നുണ്ടെന്നുള്ള കാര്യം മാത്രമേ എനിക്കറിയത്തുള്ളൂ. അല്ലാതെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പിന്നെ കൂടപ്പറപ്പില്ലെന്ന് ചോദിച്ച് എൻ്റെ ഒരു മൂത്തതാണ്. അപ്പോൾ അത് അവരൊരു കുടുംബമായിട്ട് അവർ സെപ്പറേറ്റ് താമസിക്കുന്നുണ്ട്. അവർ ഞാനായിട്ട് യാതൊരുവിധ ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ ഉമ്മച്ചിയായിട്ട് നേരത്തെ എനിക്ക് ബന്ധമില്ല. അതുപോലെ എൻ്റെ കൂടപ്പിറപ്പായിട്ടില്ല. കാരണം ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അവൾ ഇറങ്ങിപ്പോയത് കൊണ്ടാണല്ലോ ഇപ്പോൾ എൻ്റെ ജീവിതം കൂടെ ഇങ്ങനെയൊക്കെ ആയത് എന്നുള്ള ഒരു തോന്നൽ എൻ്റെ മനസ്സിനകത്ത് എനിക്കുണ്ട്. കാരണം എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വീഡിയോ അതായത് ഒരു എന്തെന്ന് പറയാൻ ഒരു 18 വയസ്സ് കഴിഞ്ഞ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണുവാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ദയവീത് എനിക്ക് പറയാനായിട്ടുള്ള ആരെങ്കിലും അങ്ങനെ ഒരു തോന്നി നിങ്ങൾ ആരെങ്കിലും ഇറങ്ങി പോകും അങ്ങനെ പോകാനായിട്ട് നിൽക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് കളയല്ലേ എന്ന് എനിക്ക് പറയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമല്ല എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടുകാരുടെ അടുത്ത് പറയുക. പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ കാര്യങ്ങളെല്ലാം നോക്കാനും ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇറങ്ങി പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ബാക്കിലുള്ള രണ്ടാമത് നിൽക്കുന്ന അവരുടെയൊക്കെ ജീവിതം അവരുടെ ഭാവി എന്താകും എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കണം. കാരണം എൻ്റെ ലൈഫ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. അത്രത്തോളം ഞാൻ അനുഭവിച്ച് വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവൾ ഇറങ്ങിപ്പോയതിൻ്റെ പേരിലാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയത്. കാരണം ഇങ്ങനെയൊക്കെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ഇതിൽ അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല. ആ ഒരു ഘട്ടത്തിലിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ വന്നിരിക്കുന്ന മറുപടി. പിന്നെ വേറെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പബ്ലിക്കിൽ എന്തിനു കൊണ്ടുവന്ന് ഉമ്മച്ചിനെ കൊണ്ടുവന്നിട്ട് നിൻ്റെ മോള് നീ കാണിച്ച കണക്കല്ലേ കാണിച്ചത്. ഞാൻ എൻ്റെ ഉമ്മച്ചിയുടെ അടുത്ത് ഞാൻ കാണിച്ച കണക്കാണ് കാണിച്ചത്. എൻ്റെ ഉമ്മച്ചിയുടെ അടുത്ത് ഞാൻ ഒന്നും കാണിച്ചിട്ടില്ല. അവർ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെച്ച് നീട്ടി തന്ന ജീവിതമാണ്. ആ ഒരു ജീവിതത്തിൽ നിന്നാണ് ഞാൻ അനുഭവിച്ച് ഇവിടം വരെ എത്തിയത്. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഉമ്മച്ചിയുടെ അടുത്ത് ഞാൻ എന്തോന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്. എൻ്റെ മോളെ എൻ്റെ അടുത്ത് ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 22 വയസ്സ് വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞില്ല. എൻ്റെ മോളെ കാണുമ്പോഴത്തേക്ക് അറിയുമ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടോ ഇല്ല പട്ടിണിക്കാണ് ഞാൻ ഇവിടെ ഇട്ടിരുന്നത്. എൻ്റെ കൊച്ചി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യം എന്നെ അറിയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് പോയിട്ടുള്ളവർക്ക് എൻ്റെ മോളുള്ള ടൈമിലുള്ളവർക്കും അവർക്കും അറിയാൻ പറ്റും എൻ്റെ കൊച്ചിനെ ഞാൻ എങ്ങനെയാണ് നോക്കിയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിവിടെ പറഞ്ഞത്. അപ്പം എൻ്റെ ഉമ്മച്ചി എൻ്റെ അടുത്ത് ചെയ്തിട്ടുള്ള ദ്രോഹം എന്താണെന്ന് നിങ്ങൾക്കും അറിയത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ കാലം കൊണ്ട് അനുഭവിച്ച് വന്നിട്ടുള്ള ആ ഒരു പിന്നെ മാനസിക സമ്മർദ്ദത്തിൽ സത്യം പറഞ്ഞാൽ അങ്ങേ അറ്റം ഞാൻ പോയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ അത്രത്തോളം ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ അത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരെൻ്റെ അടുത്ത് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ് മുകളിലൊരു ശക്തി നിൽപ്പുണ്ട്. അവർക്കും ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അപ്പോൾ ചോദിക്കേണ്ടവർ ചോദിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം ക്രൂരമായിട്ടുള്ള രീതിയിൽ. കാരണം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആരാ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മായി അമ്മയാണോ എന്നൊക്കെ ചോദിച്ച് സ്വന്തം ഉമ്മച്ചി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ അമ്മായി അമ്മമാർ ചെയ്യുന്ന പ്രവൃത്തി പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാത്തുംപോര് അമ്മായിപ്പോര് അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മാവിയുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഞാൻ ഒരു 3 മാസം ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഉയരും കൊണ്ട് എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരെ പറ്റിയൊന്നും എനിക്കൊന്നും പറയാനായിട്ടില്ല. കാരണം ഞാൻ 3 മാസം ആ വീട്ടിൽ നിന്നിട്ടുള്ളൂ. കൂടുതൽ എനിക്ക് അവരാരെയും കുറിച്ചൊന്നും പറയാനില്ല. പിന്നെ എൻ്റെ ലൈഫ് ഇങ്ങനെ ആക്കി തന്നവരെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഇറങ്ങിപ്പോയൊരു വ്യക്തി ആയിരുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള
തെറ്റുകൊണ്ടാണ് എന്ന് എനിക്ക് പറയാം, അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ അറിയുന്നവർക്കോ പറയാം, നീ അവൻ്റെ കൂടെ ഇറങ്ങി പോയിട്ടല്ലേ നിനക്കിത് വേണം എന്നൊക്കെ പറയാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഇറങ്ങി പോകാത്തൊരു വ്യക്തി ആയതുകൊണ്ട് ഇപ്പോൾ മറുപടി കൊടുക്കും. മുമ്പൊക്കെ ആണെങ്കിൽ കൊടുക്കില്ലായിരുന്നു. ഇപ്പം ഞാൻ കൊടുക്കാൻ പഠിച്ചതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കേട്ടോ. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ സ്വയം എൻ്റെ മനസ്സിന് പറഞ്ഞ് പഠിപ്പിച്ച് ഞാൻ എടുത്തതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനും മിണ്ടാതിരിക്കണം. നമ്മൾ ക്ഷമിച്ച് ഇത്രയും നാൾ ഇനിയും ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. ക്ഷമിച്ചതിനെ കൊണ്ടും ഇപ്പോഴും ഞാൻ ക്ഷമിക്കുന്നതിനെ കൊണ്ടാണ് പലരും പല സ്ഥലത്തും പല രീതിയിൽ അവർ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും ഞാൻ പറഞ്ഞ് കൊണ്ടുവരെ എടുക്കുകയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ മോള് എവിടെയെന്ന് ചോദിച്ചാൽ അവൾ സേഫായിട്ട് തന്നെയാണ് ഉള്ളത്, വേറെ കുഴപ്പമൊന്നുമില്ല, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഉമ്മച്ചിയുടെ കൂടെ ഉണ്ട്. പക്ഷേ ഉമ്മച്ചിയുടെ വീട്ടിലല്ല, എൻ്റെ അടുത്ത് നിന്ന കൊച്ചിനെ കൊണ്ടുപോയി ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ഹോസ്റ്റലിൽ നിർത്തി തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത്. അത് ഞാൻ പറയണതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും നാളെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ കൊച്ചിനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൂട്ടൊന്ന് കൊണ്ടുപോയത് എന്ന് ഞാൻ ചോദിക്കാം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊണ്ടുപോയി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ അതിൽ എന്ത് കാരണം എന്ത് വിഷമങ്ങളോ കാര്യങ്ങളോ വന്നാലും അവർ തന്നെയാണ് അനുഭവിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കെതിരെ ഞാൻ തിരിയുള്ളൂ. കാരണം ഈ കൊച്ചിട്ട് ഇവിടെ നിന്ന കൊച്ചാണ്. അതിന് ഓരോന്ന് പറഞ്ഞു കൊടുത്താണ് അതിനെ കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ അറിയാറായ പെങ്കൊച്ചാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം ഞാൻ അനുഭവിച്ച് വന്നതോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു വീഴ്ച അവർ ചിലപ്പോൾ ഇല്ലായ്മ അറിഞ്ഞ് കാണൂല, അല്ലെന്നുണ്ടെങ്കിൽ കാരണം എന്തോ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ലായിരിക്കും. കാരണം അവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ട് അറിയിച്ച് ഞാൻ വളർത്തി കൊണ്ട് വന്നിട്ടില്ല, എന്തോ എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നും പറയാനായിട്ട് എനിക്ക് അറിയില്ല. കാരണം ഞാൻ അത്രയും നല്ല രീതിയിൽ നോക്കി. കാരണം എൻ്റെ മക്കൾ ആരെയും മുമ്പിൽ കൈ നീട്ടരുത്. ഒരു നേരത്തെ ആഹാരത്തിനായാലും ഒരു നേരത്തെ ഒരു വസ്ത്രത്തിനാണെങ്കിൽ പോലും ആരെയും മുമ്പിലൊന്നും ചെന്ന് നിൽക്കരുത്. എല്ലാ മക്കളും പോകുന്നത് പോലെ നല്ല രീതിയിൽ പോകണമെന്ന് മാത്രമേ ഏതൊരമ്മമാരും ആഗ്രഹിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ കൊണ്ടുപോയതിനെ കൊണ്ട് ചിലപ്പോൾ അവൾ ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിഞ്ഞു കാണത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും അവളെ ഞാൻ കുറ്റപ്പെടുത്തുക കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എൻ്റെ മോളെ എന്നെ മനസ്സിലാക്കാതെ പോയതിന് മാത്രമേ എനിക്ക് സങ്കടം എനിക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ സങ്കടം എന്ന് പറഞ്ഞാൽ അതാ ഈ പറയുന്ന വാക്കി തീരും. പക്ഷേ അതൊരു നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്നൊരു വെപ്രാളോ വേദനയോ ഉണ്ടല്ലോ, അത് ഏതൊരമ്മയ്ക്കാണെങ്കിലും അത് ആ ഒരു അമ്മയ്ക്കേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കണ്ടു നിൽക്കുന്നവർക്കോ അല്ലെന്നുണ്ടെങ്കിൽ തമ്മിൽ പറയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പലരും തമ്മിൽ പല രീതിയിലും പറയും. അതെനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പറയുന്നവരും ഉണ്ട്, പറയുന്നവർ പറയട്ടെ. പക്ഷേ എന്തായാലും എനിക്കിനി എൻ്റെ കാര്യങ്ങൾ നോക്കിയേ പറ്റുള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് വന്ന് നെഗറ്റീവായിട്ട് കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് ഉറപ്പായിട്ട് ഞാൻ എന്തായാലും അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിരിക്കും. കാരണം എനിക്കാണല്ലോ മറുപടി വരുന്നത്. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ ഒരുമാതിരി രീതിയിൽ ഒരു വല്ലാത്ത രീതിയിലുള്ള കമൻറ്റ് ഇട്ട് എൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ കമൻറ്റ് വരുന്നത് എനിക്കാണ്. അപ്പോൾ അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ഞാൻ തന്നിരിക്കും. അതൊരു അഹങ്കാരം. ഇപ്പം ചിലപ്പോൾ ഞാൻ ഈ ഒരു മെസ്സേജിനുള്ള റിപ്ലൈയും കാര്യങ്ങളും കൊടുക്കുമ്പോഴത്തേക്ക് ചിലർക്ക് തോന്നും അവൾക്ക് ഭയങ്കര അഹങ്കാരം കൂടി, അവൾ അഹങ്കാരിയാണ് എന്നൊക്കെ തോന്നുന്നു. അഹങ്കാരി ആയതല്ല, അഹങ്കാരി ആക്കി മാറ്റിയതാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അതിനൊന്നും മറുപടി പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒന്നും ഞാൻ പറയാം, എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടും പിന്നെ അതുപോലെ ഞാൻ അനുഭവിച്ച് വന്നത് കൊണ്ടും ഇപ്പം രണ്ട് കൈയും വിട്ട ഒരവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി. കാരണം ഇത്രയും നാൾ ഞാൻ മിണ്ടാതിരുന്നതിനെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ച് പോയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പറയേണ്ടടുത്ത് ചില മറുപടികൾ നമ്മൾ പറയണമായിരുന്നു, അത് പറയാതെ പോയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് മറുപടി ഇടുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിരിക്കും, ഉറപ്പാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജാതി പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ഒരു ജാതി പറഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജാതി നീ മുസ്ലിം അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ മുസ്ലിം തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം എൻ്റെ അമ്മച്ചി മുസ്ലിമാണ്, എൻ്റെ വാപ്പ മുസ്ലിമാണ്, എൻ്റെ ഫാമിലി എല്ലാവരും മുസ്ലിങ്ങളാണ്. അപ്പോൾ ആ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി മുസ്ലിം തന്നെയാണ്. പക്ഷേ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ പേര് മാറ്റാൻ പറ്റും, എൻ്റെ മതം മാറ്റാനായിട്ട് എനിക്ക് പറ്റും. മതവും മാറ്റാൻ പറ്റത്തില്ല, എൻ്റെ പേര് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ഞാനൊരു മനുഷ്യനാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ജാതിയിലും പേരിലും അതിനൊന്നും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണോ, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അത് മാത്രം നോക്കിയാൽ മതി. അതിപ്പോൾ എന്നെ നല്ല ആരെയാണെങ്കിലും ശരിയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ ജാതി പറഞ്ഞും കൊണ്ടൊന്നും നിങ്ങൾ ചെല്ലാനായിട്ട് നോക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് ഈ ഒരു എന്താ പറയാനായിട്ട് ഒത്തിരി പേര് ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട് കേട്ടോ. പല മറ്റുള്ള ജാതിക്കാരായിരിക്കും ഒരുപാട് പേര്, അവരൊക്കെ ജാതി നോക്കിയിട്ടാണ് സഹകരിക്കുകയും പിന്നെ അതുപോലെ തന്നെ അവരെയൊക്കെ സഹായിക്കുകയും എടുക്കുകയും ചേർത്ത് പിടിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ജാതി പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരല്. വന്നു കഴിഞ്ഞാൽ ജാതി പേര് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ഞാൻ പറയും. പിന്നെ അതുപോലെ തന്നെ എന്നെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വന്നൊരു കമൻറ്റാണ് കേട്ടോ. ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അവിയൽ ലുക്ക് പോലെ ഉണ്ടെന്ന്, എന്നെ കണ്ടിട്ട് അവിയൽ ലുക്ക് പോലെ ഉണ്ടെന്ന് തോന്നിയ ആ ഒരു വ്യക്തി നേരെ ചൊവ്വേ അവർ കണ്ണാടിയിൽ നോക്കാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫേസും അവരും അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ അവരുടെ അമ്മ പ്രസവിച്ചിട്ടപ്പോഴത്തേക്ക് ചിലപ്പം ഇനി എനിക്കറിയില്ല കേട്ടോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വാക്കുകൾ മാറിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയുന്നില്ല.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അവിയൽ ലുക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വാക്കുകൾ സംസാരിക്കുമ്പോൾ അത് വാക്കുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് വേണ്ട രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് ആരായാലും പ്രതികരിച്ച് പോകും. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊരു അമ്മയാണ്, 2 മക്കളെ അമ്മയാണ്, ഞാൻ 2 മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു അമ്മയാണ്, ഞാനൊരു മനുഷ്യ സ്ത്രീ ആണെങ്കിലല്ലേ എനിക്ക് പ്രസവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത വാക്കുകൾ ഇവിടെ കൊണ്ടൊന്നും ഇടരുത്. ഇട്ട് കഴിഞ്ഞ പേരടക്കം ഞാൻ എന്തായാലും ഇതിനകത്ത് ഞാൻ കൊണ്ടുവയ്ക്കും. അതുപോലെ തന്നെ ആ ഫോട്ടോ സഹിതം ഞാൻ കൊണ്ടുവയ്ക്കും ആളാരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത പണിക്ക് ഇറങ്ങരുതെന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ അടുത്ത് ഇങ്ങോട്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കൊച്ചു മാനമര്യാദയായിട്ടാണ് ജീവിക്കുന്നത്. ആരുടെ ഒരു ഗുണത്തിനോ ദോഷത്തിനോ ഒന്നിനും വരുന്നില്ല. അപ്പോൾ എനിക്ക് വന്ന ഈ ഒരു കമൻറ്റിനുള്ള റിപ്ലൈ എനിക്ക് തരണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടത്. അപ്പോൾ വരും വീഡിയോയിൽ എനിക്ക് എന്തെങ്കിലും കമൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറുപടികൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് എനിക്ക് റിപ്ലൈ എനിക്ക് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ സമയം എനിക്കിരുന്ന് എഴുതാൻ എന്നെക്കൊണ്ട് ഭയങ്കര പാടാണ്. പിന്നെ അത് മാത്രമല്ല ഒത്തിരി അധികം ജോലി. ഇന്നിപ്പോൾ എനിക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് വലയെടുപ്പെന്ന് വെച്ചാൽ മൊത്തത്തിൽ മാറാല പിടിച്ച് ഒരുപാടായിട്ടെന്ന് വെച്ചാൽ എല്ലാം ഒരു അല്ലാത്ത ഇതിലൊക്കെ പൊക്കോണ്ടിരുന്നപ്പോൾ എനിക്കൊന്നിനും പറ്റുന്നില്ല. വീടിനകം മൊത്തം കംപ്ലീറ്റ് ഒന്ന് വലയെടുപ്പായിരുന്നു ജോലി. കംപ്ലീറ്റ് വലയടിച്ച് വൃത്തിയാക്കി അങ്ങനെയുള്ള ജോലി കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലുള്ള കുറച്ച് പോയിട്ടുണ്ട്. പിന്നെ അതിൽ ഇനിയിപ്പോൾ വേറെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇടാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലും കൂടെ പറയാനായിട്ടിരുന്നത്. പിന്നെ വാപ്പായും ഉമ്മായും കൂടപ്പറപ്പം ഒന്നും സഹായിക്കത്തില്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചി ചെയ്തു തന്ന സഹായം, ഉമ്മച്ചി തന്ന സഹായം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് ഇരിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ വലിയൊരു സഹായമാണ് എനിക്ക് ചെയ്തു തന്നെന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു സഹായത്തിന് അവരുടെ അടുത്ത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ വാപ്പ സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാപ്പായെ ഞാൻ കാണാറില്ല, സംസാരിക്കാറില്ല. വർഷങ്ങളായിട്ടുണ്ട് നമ്മൾ ചെറുതിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അറിവും കാര്യങ്ങളും ഒന്നും എനിക്കില്ല കേട്ടോ. പിന്നെ കൂടപ്പറപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം കാര്യമാണ്. അവരുടേതായിട്ടുള്ള ലൈഫും കാര്യങ്ങളുമായിട്ട് പോകുന്നുണ്ട്. ഗുണവും ഇല്ല ദോഷവും ഇല്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അവർക്ക് അവരുടെ സ്വന്തം കാര്യം അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബന്ധുക്കളുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ബന്ധുക്കളില്ല. ഉമ്മ ഉണ്ടെങ്കിലല്ലേ ഉമ്മച്ചിയുടെ ബന്ധുക്കൾ കാണുള്ളതുകൊണ്ട് എനിക്ക് ഉമ്മയില്ല. വാപ്പ ഉണ്ടെങ്കിൽ വാപ്പാരെ ബന്ധുക്കൾ കാണും. അപ്പോൾ എനിക്ക് അതും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കൂടപ്പറപ്പുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉമ്മായും വാപ്പായും ഉണ്ട്, കൂടപ്പറപ്പ് എല്ലാവരും ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് ആരും വരാറില്ല, സംസാരിക്കാറില്ല, ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞു വന്ന രീതിയാണ്. അതായത് പിന്നെ ഉമ്മച്ചിയുടെ ഇഷ്ടത്തിനാണ് എൻ്റെ ലൈഫിലുള്ള തീരുമാനങ്ങൾ എല്ലാം അവർ തന്നെയാണ്. എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് എന്നെ ഇതേപോലെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ വേറെ മറുപടി പറയാനൊന്നും എനിക്കില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു പിന്നെ കുറച്ച് നാളായിട്ട് എൻ്റെ മക്കളൊക്കെ പഠിക്കാനൊക്കെ പോയി ഏതാണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് സത്യം പറഞ്ഞ ബോധം വീണ് തുടങ്ങിയത്. കാരണം നമ്മൾ ഈ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കുണ്ടല്ലോ, അതായത് കുറച്ച് പക്വതയും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയപ്പോഴത്തേക്കാണ് ജീവിതം എന്തെന്നും അതുപോലെ തന്നെ പിന്നെ പുറത്തുള്ള കാര്യങ്ങൾ, ആൾക്കാർ, അതുപോലെ തന്നെ എന്തോ ലൈഫ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ എനിക്ക് മനസ്സിലായി ഇതൊന്നും അല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് തിരിച്ച് കയറിപ്പോവാൻ ഒരു ഇടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല. പിന്നെ വസ്തു മേടിക്കുന്നില്ലെന്ന് വിത്തായി ഒരു ചേച്ചിയും കണ്ടിട്ട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വസ്തു വാങ്ങുന്നില്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വസ്തു മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാഷോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇത്രയും വർഷം നമ്മൾ വാടകയ്ക്ക് താമസിക്കുമ്പോഴത്തേക്ക് വാടക കൊടുക്കണം, മക്കളെ കാര്യങ്ങൾ, അവരുടെ പഠിത്തങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടിയൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് കിട്ടുന്നത് കംപ്ലീറ്റ് കുടിക്കാനും അവർക്ക് കിട്ടുന്നതിൽ കുടിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം ഉണ്ടെങ്കിൽ തരും, അത് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ എടുക്കണ്ട, അതിന് തിരിച്ച് തന്നേരെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂടെയാണ് ഞാൻ ഇത്രയും കാലം ഞാൻ ജീവിച്ച് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വസ്തു വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു നിവർത്തിയ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. കാരണം ഇനി അങ്ങോട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഇനി എന്തായാലും ആ വസ്തു കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കരുതണമെങ്കിൽ നമ്മൾ ഒന്നേന്ന് തുടങ്ങിയാലേ പറ്റുള്ളൂ. അതിനി എപ്പോഴും ശരിയാവും, എങ്ങനെ ശരിയാവും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പിന്നെ പോകുന്നിടത്തോളം പോട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കൊച്ചിനെ ഞാൻ പറഞ്ഞല്ലോ, മോനെ ഒന്ന് സേഫ് ആക്കണം, അവന് വേണ്ടിയിട്ട് ജീവിക്കണം. കാരണം അവ ഒരുപാട് നമുക്ക് വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. കാരണം ഈ പ്രായത്തിൽ ഒരു കൊച്ചുങ്ങളും കഷ്ടപ്പെടത്തില്ല, അത്രയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ചെയ്യാത്ത ജോലികൾ അത്രയും ആ ഒരു കൊച്ചിക്ക് ആ ഒരു പ്രായത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോനെ എനിക്ക് സേഫ് ആക്കണം. അവൻ ചെയ്തിട്ടുള്ള ജോലിയോ അല്ലെങ്കിൽ അവൻ കഷ്ടപ്പെട്ടതോ ഒന്നും ഇപ്പം മറന്നു പോയി. കാരണം ചിലരൊക്കെ മറന്നു പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് മറക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതിനെ എനിക്കൊന്ന് സേഫ് ആക്കണം. പക്ഷേ വസ്തുവിൻ്റെ കാര്യത്തിൽ ഇതാണ്. കാരണം മേടിക്കാനുള്ള ഒരു ഇതും കാര്യങ്ങളോ ഒന്നും നമ്മളെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. കാരണം എനിക്ക് ഓഹരിയോ കാര്യങ്ങളോ എനിക്കൊന്നുമില്ല, എനിക്കൊന്നും തന്നിട്ട് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇല്ല. പിന്നെ
കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നോക്കാം നമുക്ക്. കാരണം കൊച്ചിക്ക് ഇനി അവൻ എന്തെങ്കിലും ഒരു ജോലിയോ കാര്യങ്ങളോ സ്ഥിരമായിട്ട് അവനൊരു ഇതൊക്കെ ആവുന്ന സമയത്തെ നമുക്ക് ചിലപ്പോൾ മേടിക്കാനായിട്ട് പറ്റുള്ളൂ. എന്തോ എനിക്കറിയില്ല കേട്ടോ, അതിനുള്ള ഒരു ഉത്തരം തരാൻ വേണ്ടിയിട്ടുള്ള ഒരിതൊന്നും ആയിട്ടില്ല. പക്ഷേ എനിക്കൊരു വീടാവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാടക കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ അറിയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം തോറും ഇങ്ങനെ വാടക കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വീടുണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ വാടക കൊടുക്കണ്ടല്ലോ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കും. കാരണം ഏതൊരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണല്ലോ, ഒരു ചെറിയൊരു കുഞ്ഞൊരു കുടിലായാലും കുഴപ്പമില്ല, ചെറിയൊരു മാടം വേണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. വലിയ കൊട്ടാരോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമല്ല, ഒരു 2-3 സെൻറ്റിൽ ഒരു ചെറിയ ഒരു മാടം കേട്ടോ, അത്ര മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. വലിയ കൊട്ടാരോ അല്ലെങ്കിൽ എനിക്ക് കൊട്ടാരത്തിൽ കിടക്കണമെന്നോ എനിക്ക് അങ്ങനെയുള്ള ഓരോ ആഗ്രഹം എനിക്കും ഇല്ല, ആ ഒരു കൊച്ചിനും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. എന്നൊക്കെ സമയമാകുമ്പോൾ ദൈവം എന്തായാലും നമുക്ക് എന്താണോ വിധിച്ചിരിക്കുന്നത് അതുപോലെ നടക്കും. പിന്നെ ഈ പറഞ്ഞ കണക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കയറി എൻ്റെ നെഞ്ചിനകത്ത് കൊണ്ടത് വേറെ ഒന്നുമല്ല ഈ ഒരു കമൻറ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നില്ല, നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് അങ്ങനത്തെ ആ ഒരു കമൻറ്റ്, അത് എന്തൊരു കമൻറ്റ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. നിങ്ങളിലുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് അയൽവക്കത്തുള്ളവരെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ട് മറ്റുള്ളവരെ കേൾപ്പിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇന്ന ദൈവത്തിനെയാണ് ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ശക്തി അല്ലെങ്കിൽ ഇന്ന ഇതാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യണം. എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സിനകത്ത് എനിക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറയാലോ, ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ. ആ ഒരു ശക്തിനെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരിത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. എൻ്റേതായിട്ടുള്ള വിശ്വാസങ്ങളിലും കാര്യങ്ങളിലൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വിശ്വാസം എനിക്ക് മറ്റൊരാൾ പറയുന്ന കേട്ടും കൊണ്ട് എൻ്റെ വിശ്വാസം തെറ്റിക്കാനായിട്ട് ഞാൻ ഒരിക്കലും അല്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, പിന്നെ കുറച്ച് മെറ്റീരിയൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, മെറ്റീരിയൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ചുരിദാറിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ അതിലുള്ള ഒരെണ്ണം പോയിട്ടുണ്ടായിരുന്നേ, 599 ഒരെണ്ണം പോയിട്ടുണ്ട്. പിന്നെ സാരി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാരി 2-3 പോയിട്ടുണ്ട്. പിന്നെ ഈ സാരി ഉണ്ടല്ലോ, ഇതിൻ്റെ കൂടെ തന്നെ ബ്ലൗസ് പീസ് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. നല്ല ഒരു പച്ചയാണ് കേട്ടോ. പച്ചയെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഒരു ഇതാണ് കേട്ടോ. ഒരു റിംഗ് ലൈറ്റ് മേടിക്കണമെന്നൊരു ചേച്ചി നമ്മൾക്ക് കമൻറ്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെന്തായാലും ഒരു റിംഗ് ലൈറ്റ് എന്തായാലും ഉടനെ മേടിച്ചേ പറ്റുള്ളൂ, എന്തായാലും മേടിക്കണം. ഒരുപാട് പേര് നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരുടെ എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. നെഗറ്റീവ് കമൻറ്റ് ഇട്ടവരടുത്തും എനിക്ക് സ്നേഹമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു ഞാൻ ഇട്ട വീഡിയോ ഫുള്ളിരുന്ന് കണ്ടിട്ടാണല്ലോ എനിക്ക് ആ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മനസ്സ് കാണിച്ചത്. അത്രയെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടാൻ വേണ്ടിയിട്ട് തോന്നിയല്ലോ. അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ അത് ഞാൻ തിരുത്താനായിട്ട് ആരും അല്ല കേട്ടോ. പിന്നെ നെഗറ്റീവ് വരട്ടെ, നമുക്ക് നോക്കാം. പിന്നെ നമ്മളിൽ കുറച്ച് നൈറ്റിയുടെ മെറ്റീരിയൽ ഇരിപ്പുണ്ട് കേട്ടോ. അതേ ഇത്രയും നൈറ്റി മെറ്റീരിയൽ ഇരിപ്പുണ്ട്. ഓണത്തിൻ്റെ ഓഫറിൽ നമ്മൾ കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ്. അപ്പോൾ മെറ്റീരിയൽ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് വെച്ചാൽ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞ് ലോങ് വീഡിയോയുടെ കൂടെ നമ്മൾ ഈ നൈറ്റി മെറ്റീരിയലോ അല്ലെങ്കിൽ ചുരിദാർ ഇങ്ങനെ തുണി ഐറ്റങ്ങളൊക്കെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് കാണാനും എടുക്കാനും ഒക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയെ കുറിച്ച് ഇങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞെന്ന് ചോദിച്ച്, പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഫാമിലിനെ പറ്റി കുറ്റമായിട്ട് വന്ന് പറയുന്നത് അങ്ങനെ ഒന്നും അല്ല. എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച് വന്ന ആ ഒരു സാഹചര്യം എനിക്ക് നിങ്ങളടുത്ത് തുറന്ന് പറയേണ്ടി വന്നതാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ മോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മച്ചി എൻ്റെ അടുത്ത് ചെയ്ത ദ്രോഹമോ അല്ലെങ്കിൽ എൻ്റെ കെട്ടിയും കാണിച്ചതോ എൻ്റെ കെട്ടിയും എൻ്റെ അടുത്ത് കാണിച്ചിട്ടുള്ള ദ്രോഹങ്ങളോ അല്ലെങ്കിൽ ഇവർ പോയത് ഇങ്ങനെ ഒന്ന് പോയ കാര്യം പറഞ്ഞെങ്കിൽ പോലും അവർ ചെയ്ത് ദ്രോഹിച്ചുകൊണ്ടിരിക്കണം ഒന്നും ഞാൻ ഇവരെ ആരെയും കുറിച്ച് പറയൂലായിരുന്നു. പക്ഷേ എൻ്റെ കൊച്ചിക്ക് എൻ്റെ അടുത്ത് നിന്ന് അവരുടെ അടുത്തോട്ട് പോയത് കൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. കാരണം എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞേ പറ്റൂ. കാരണം അത് എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്ത് എനിക്ക് എന്തെങ്കിലും ഇത് എനിക്ക് പറയാനായിട്ടുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ലൈഫിൽ സന്തോഷം വന്നാലും സങ്കടം വന്നാലും എന്ത് വന്നാലും ഞാൻ എന്തായാലും പറയും. കാരണം ഞാനതൊരു വീഡിയോ ആയിട്ട് ഇട്ടിരിക്കും. കാരണം നാളെ ഒരു സമയത്ത് പിന്നെ എന്നെ മനസ്സിലാക്കുന്നവർ എന്നെ മനസ്സിലാക്കട്ടെ. എനിക്ക് അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ആരും ഇവിടെ കുറ്റപ്പെടുത്തിയതോ ഒന്നും അല്ല. പിന്നെ ജീവിക്കാൻ പോയവരൊക്കെ ജീവിക്കട്ട്. അപ്പോൾ നൈറ്റിയുടെ മെറ്റീരിയൽ നമ്മളതിൽ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല കോട്ടൻ്റെയാണ്. 3 മീറ്ററാണ് കേട്ടോ ഈ ഒരു നൈറ്റി മെറ്റീരിയൽ വരുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അംബർല കട്ടോ അല്ലെങ്കിൽ സൈഡ് ഓപ്പണോ അങ്ങനെയൊക്കെ നമുക്ക് നല്ല കോട്ടൻ്റെ പിന്നെ ചുരിദാറായിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 240 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് പറയുന്നത്. 240 രൂപയ്ക്ക് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാനായിട്ട് മറക്കണ്ട. അടുത്തത് ദേ ഈ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണം എടുത്ത് വെച്ച്, അപ്പോൾ 2 എണ്ണം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അടുത്തത് 3-മത്തത് ഇതാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. 5 ദിവസത്തിനുള്ളിൽ സാധനം നമ്മൾ അയച്ചിരിക്കും കേട്ടോ. അതെ അടുത്തത് ഇതാണ് കേട്ടോ. അപ്പോൾ അതിലുള്ളത് അത്രയും തീർന്നിട്ടുണ്ട്. 3 മീറ്ററാണേ വരുന്നത്. പിന്നെ ഉള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിലുള്ളത് നമുക്ക് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അത് ഒരെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് ഇതേ വരുന്ന ഇതാണ് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതേ അടുത്തത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. 240 രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ. ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ്, മറക്കണ്ട. അടുത്തത് വരുന്ന ഇതാണ് കേട്ടോ. അപ്പം സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് നോക്കാം. ഇത് കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ അതുപോലെ എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ അടുത്തതും ദേ വരുന്നത് ഇതാണ് കേട്ടോ. നല്ല ഒരു കളറും നല്ല ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ അതിലുള്ളത് ഇനി ഒരു 2 പീസും കൂടെ ഇരിപ്പുണ്ട്. ഇതിലുള്ളതൊക്കെ നമുക്ക് തിരുവനന്തപുരത്തുള്ള ഒരു ചേച്ചിയൊക്കെ നമ്മളിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദേ അടുത്ത നല്ല ഒരു കളറുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നൈറ്റി ആയിട്ട് അടിച്ചിടുകയോ അല്ലെങ്കിൽ അമ്പർല കട്ടോ അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇടാം. പിന്നെ അടുത്തത് ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്രക്കിൻ്റെതാണ് കേട്ടോ. അപ്പോൾ അജ്രക്കിൻ്റെത് ഇനി നമ്മളെ കയ്യിലിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 പീസ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഇത് നമ്മൾ 220-നാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ കൊടുക്കുന്നത് 250 രൂപയ്ക്ക് കേട്ടോ. അപ്പോൾ 250 രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ കൊടുക്കുന്നുണ്ട്. ഇത് അജ്രക്കിൻ്റെ തുണിയാണ്. അപ്പോൾ നല്ല കോട്ടൻ്റെ നല്ല മെറ്റീരിയലാണ്. അപ്പോൾ വേണമെന്നുള്ളവർ ഇതേ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇങ്ങനെ പാക്ക് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇത് ഒരെണ്ണമാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ ഉള്ളത് ഇതൊരു 3 പീസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 3 എണ്ണമാണ് കേട്ടോ, 4 എണ്ണം അല്ല, 3 എണ്ണമാണ്. അപ്പോൾ ഇത് 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. 250 രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സാരി നമ്മളിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അത് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് കൊടുക്കുന്നത് 899 രൂപയ്ക്കാണ്. 999 രൂപയുടെ സാരിയായിരുന്നു ഇത്. 999 രൂപയുടെ സാരി 899 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ എന്തായാലും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക. ഇതിൻ്റെ കൂടെ ഉള്ളത് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തിരിക്കുന്ന ബ്ലൗസിൻ്റെ ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലൗസ് പീസ്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം മെസ്സേജ് അയക്കാനായിട്ട് നോക്കുക. ഇത് പറയണ വേറെ ഒന്നുമല്ല. പിന്നെ എന്താ പറയണിട്ട് ഫാമിലി പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ചിലപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഡ്രസ്സിന് വേണ്ടിയിട്ടാണോ മെസ്സേജ് അയക്കുന്നതെന്നൊക്കെ ചോദിച്ചും കൊണ്ട് ചിലപ്പോൾ ചിലർ ഹായ് ഇടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും ഡ്രസ്സിന് വേണ്ടിയിട്ടായിരിക്കും വിചാരിക്കും. ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമാവും. പിന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അത് എന്തായാലും നിങ്ങൾക്കും അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഫാമിലി കാര്യങ്ങൾ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ വന്ന് ഇതിൽ പറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഡ്രസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതുപോലെ യൂട്യൂബിനകത്താണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഞാൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഡ്രസ്സിൻ്റെ ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഫോൺ നമ്പർ വെച്ചിരിക്കുന്നത്. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു 1-2 പുള്ളിക്കാരന്മാരായിട്ട് അവരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ വേറെ വേറെ നമ്പറിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കിയിട്ട് പിന്നെ അത് അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അങ്ങനെ ഒന്നും കോൾ ചെയ്യരുത്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തിയല്ല. അതിൽ ആ ഫുള്ള് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യും. പിന്നെ അവരെ ഉൾപ്പെടെ അത് ഏത് പുള്ളിക്കാരനാണോ അവരെ ഉൾപ്പെടെ ഞാൻ എടുത്ത് എന്തായാലും വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് തെറ്റായിട്ടുള്ള രീതിയിൽ തെറ്റായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വന്നിട്ട് എന്നെ കോൾ വിളിക്കുക, മെസ്സേജ് അയക്കുകയോ എടുക്കുക ഒന്നും ചെയ്യൽ. ഡ്രസ്സിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കാനായിട്ടൊക്കെ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും ഉണ്ട്. അടുത്ത ദിവസം എന്തായാലും വീഡിയോസൊക്കെ ഇടാം. പിന്നെ അതുപോലെ ഷോർട്ട് വീഡിയോ കൂടി ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വിചാരിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് രാത്രിയിൽ എനിക്ക് ഇവിടെ വന്നിരുന്നിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റും. കാരണം ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഇവിടെ ഒരു ട്യൂബ് ഇങ്ങനെ ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ജനലിൽ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. പിന്നെ 230 നൈറ്റി ഉണ്ട് കേട്ടോ. അതെ, ഇത് 230 രൂപയാണ്. 3/4 കൈ ഡബിൾ എക്സലിൻ്റെ നൈറ്റിയാണ് കേട്ടോ വരുന്നത്. 3/4 കൈയാണ്. അപ്പോൾ 230 രൂപയാണ് ഈ നൈറ്റിയുടെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിലുള്ളത് തന്നെ അടുത്തത് ഇരിക്കുന്നു. ഇത് കളർ പോകില്ല കേട്ടോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇട്ടായിരുന്നേ, ഇതിലുള്ള ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ശകലം പോലും കളർ പോകുന്നില്ല. നല്ല നൈറ്റി, നല്ല കോട്ടനാണ് കേട്ടോ. കണ്ടല്ലോ, 230 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതിലുള്ള ഇനി ഒരു 3 പീസ് മാത്രമേ ഇരിപ്പുള്ളേ. ഡബിൾ എക്സലിൻ്റെതാണ്. പിന്നെ അതുപോലെ 3/4 കൈയാണ്, റൗണ്ട് കഴുത്താണ് വരുന്നത് കേട്ടോ. അപ്പോൾ വേണ്ടവരെന്തായാലും മേടിക്കുക. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാമേ.